ഹലോ, എല്ലാ കൂട്ടുകാർക്കും എന്റെ ഡ്രീം ജേർണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു അലമാര മേക്ക് ഓവർ ആണ്. അപ്പൊ അനിയനും അനിയത്തിയും കൂടെ വേണ്ടത്ര കലാപരിപാടിയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ടാറ്റു ഒക്കെ ഒട്ടിച്ച് ഞാനും അങ്ങനെ തന്നെ ഇരുന്നിട്ടാ, ഫുള്ളായിട്ട് ടാറ്റു ഒക്കെ ഒട്ടിച്ച് കുഞ്ഞു പിള്ളേരുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ വലുതായി നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ ഞങ്ങൾ അതൊന്ന് മാറ്റി പെയിന്റ് ഒക്കെ അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അനിയനും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മാസ്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് പൊടി അലർജി ആണ്. അപ്പൊ എല്ലാവരും നിന്നൊക്കെ പൊടി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇടക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ അലമാര മാറ്റിയിട്ട് ഉണ്ടാവുന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മേക്ക് ഓവർ നടത്താനുള്ള ആളെ ഒന്ന് മര്യാദക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് എങ്ങനെയൊക്കെ ആയി വരും എന്നുള്ളത് നമുക്ക് നോക്കാലോ. അപ്പൊ ഫസ്റ്റ് പരീക്ഷണമാണ് ഞങ്ങളുടെ. അപ്പൊ അത് എത്രത്തോളം സക്സസ് ആയി എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയാട്ടാ. ഫസ്റ്റ് നമ്മള് ഈ ടാറ്റു ഒക്കെ ഒന്ന് കളയാൻ പോകട്ടോ. ടാറ്റും പിന്നെ നഴുക്കൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കളയാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് പരിപാടിയൊക്കെ തുടങ്ങണേക്കാട്ടി മുമ്പ് ചില്ലുമ്മല് നമ്മുടെ മിറർ ഉണ്ടല്ലോ, ആ മിററുമ്മിൽ മൊത്തമായിട്ട് പേപ്പറൊക്കെ ഒട്ടിക്കണ്ടോ. പുറത്തോട്ട് കയറി നമുക്ക് പെയിന്റ് അടിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല. അപ്പൊ തൊട്ട് മുന്നായിട്ട് നിങ്ങൾ ചെറിയൊരു പാട്ടിന്റെ കുറച്ച് സെക്കൻഡ് കേട്ടാ. അതിന്റെ ഇത്താത്തയുടെ മോള് റാസാബിഗത്തിന്റെ പാട്ട് പാടി നോക്കിയെങ്ങനെ കേട്ടാ. എൻ്റെ ഇത്താത്താക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇത്താത്ത നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും. പാട്ടൊന്നും പഠിച്ചിട്ടില്ല ആള്, പക്ഷെ പാട്ടൊക്കെ പാടും. പാട്ട് സ്വന്തമായിട്ട് എഴുതും, സ്വന്തമായിട്ട് ട്യൂൺ കൊടുക്കും. എന്നിട്ട് ആള് അങ്ങനെ എഴുതി കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല മനസ്സിനെ നന്നായിട്ട് പിടിച്ചിരുത്തണ പാട്ടുകളുണ്ടല്ലോ, അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ്. അപ്പം നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം, പോയി നോക്കണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേ. അപ്പോൾ സ്റ്റോറീസ് ഓഫ് പോസിറ്റിവിറ്റി എന്നാണ് ചാനലിന്റെ പേര്. പാട്ട് മാത്രമല്ല കേട്ടോ, കുറെ മോട്ടിവേഷൻ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഇത്താത്ത എഴുതിയ പാട്ടുകളുണ്ട്, അല്ലാത്ത പാട്ടുകളുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ സ്ക്രബ്ബർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കളയുന്നത്, ടാറ്റു ഒക്കെ. അപ്പൊ ഇത് ഫസ്റ്റ് ഞങ്ങൾ ഇതേപോലെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഡൗട്ടായിരുന്നു ടാറ്റു ഒക്കെ പോവാന്നുള്ളത്. പക്ഷെ നന്നായിട്ട് പോകുന്നുണ്ട്. കുറച്ച് വെള്ളം മുക്കിയിട്ടാണ് തുടക്കണത്. വെള്ളം ചേർത്ത് തുറക്കുമ്പോൾ എന്തായാലും നല്ല എളുപ്പത്തിന് നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടാറ്റു സ്റ്റിക്കേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പെട്ടത് പോയി. ഈ ഒരു സംഭവം എന്താണ്, സോപ്പ് പൊടിയല്ലോ ഷാമ്പൂവും കൂടെ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തത്. അപ്പൊ അത് പെട്ടെന്ന് എന്തായാലും പോയി. തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഈസി ആയിട്ട് പോയിട്ടാ. അപ്പൊ ആ സ്റ്റിക്കറിൽ ബാക്കിയായിട്ട് ഇവരുടെ ഒരു യുവരാജ് ഉണ്ട്. പിന്നെ ബാലരമയുടെ വേറെ രണ്ട് സ്റ്റിക്കറും കൂടി ഉണ്ട്. ബാലരമയുടെ അങ്ങനത്തെ സ്റ്റിക്കർ ആയതുകൊണ്ട് മറ്റേ കട്ടിയുള്ള സ്റ്റിക്കറിലെ അതാണ്. അപ്പൊ അത് ഇച്ചിരി പാടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ പെയിന്റ് അപ്പൊ നമ്മള് ഒരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അനിയൻ പെയിന്റ് വയ്ക്കാൻ പോയേക്കാണ്. അപ്പൊ വന്നിട്ട് നമുക്ക് പെയിന്റ് തുടങ്ങാം. പെയിന്റ് ഇട നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്താണ്, അവിടെ നടന്നു പോകാനുള്ളൂ. അപ്പൊ അവന് നടന്നു പോയിട്ട് ഇപ്പൊ തൊട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് ഇറങ്ങുമ്പോൾ തന്നെയുണ്ട് പെയിന്റ് ഇടാം. അപ്പൊ നമുക്ക് അളവും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ പെയിന്റ് വാങ്ങിക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ ആദ്യം കുറച്ച് വാങ്ങിച്ചിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചാൽ മതിയല്ലോ, തൊട്ടടുത്താണ് കട. അപ്പൊ അങ്ങനെ വാങ്ങിക്കാന്ന് വെച്ചിരുന്നപ്പോ 1/2 ലിറ്റർ വാങ്ങിക്കണുള്ളൂ കേട്ടോ. അത് തികയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും വന്നിട്ട് അടിച്ച് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് പെയിന്റ് അടിക്കണം. നിങ്ങൾ നാളെ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു. പിന്നെ തോന്നി ഇന്ന് തന്നെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ഞങ്ങള് ഇന്ന് തന്നെ ചെയ്യാൻ പോവാണ്. രാത്രി ഇപ്പൊ തന്നെ ചെയ്യാൻ പോവാ കേട്ടോ. ഇത് കണ്ട ഇപ്പൊ ആ സ്റ്റിക്കർ ഉണ്ടായിരുന്ന ഭാഗം തന്നെ പറയില്ല കേട്ടാ. ശരിക്കും നല്ല വ്യത്യാസമുണ്ട് സ്റ്റിക്കർ ഉരച്ചു കളഞ്ഞപ്പോ തന്നെ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് തേച്ച് വരച്ചതിന്റെ കുറച്ചിങ്ങനെ പാടുണ്ട്. അപ്പൊ അനിയൻ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഏഷ്യൻ പെയിന്റ്സ് ആണ് വാങ്ങിച്ചേക്കണത്. പിന്നെ പ്രൈമർ ഒന്നും വേണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഗ്ലോസി ആണ് അല്ലേടാ. പിന്നെ ടർപ്പന്റെയും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരു പരീക്ഷണമാണ് കേട്ടാ ഈ സംഭവം. ഇതിങ്ങനെ പഞ്ഞി ആയതുകൊണ്ട് ഹോൾസിലൊക്കെ കറക്റ്റ് ആയിട്ട് കയറുമോ എന്നുള്ളത് അറിയാൻ പാടില്ല. എന്നാലും അത് വാങ്ങിച്ചാണ്, എന്തായാലും ഒരെണ്ണം വേണമായിരുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാവുന്ന ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാട്ടാ. ഇത് എളുപ്പമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ.
റോളർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് നീളത്തിലുള്ള പാത്രം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം പാത്രമൊക്കെ തപ്പി പിടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് പെയിൻറ്റ് ആദ്യം ഒഴിച്ച് പിന്നെ കുറച്ച് ടർപ്പൻറ്റൈൻ മിക്സ് ചെയ്തോളൂ കേട്ടോ. അധികമായിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രം ടർപ്പൻറ്റൈൻ ഞങ്ങൾ മിക്സ് ചെയ്യണുള്ളൂ. ഇത് നമ്മള് മറ്റേ ആ ഒരു പഞ്ഞി ബ്രഷ് ഇത് വെച്ച് അടിച്ചേട്ടാ. അതിന് പക്ഷെ ഇങ്ങനെ കൊമള പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ടായി ഇത് വെച്ച് അടിക്കണോ വേണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് ബ്രഷ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇതാണ്. ഇതിന് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനിലാണ്. വെയിറ്റ് ചെയ്യണോ ഇങ്ങനെ നോക്കിയിട്ട് കൊമള പോകുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കണേണ്. അപ്പൊ അലമാരയുടെ പുറകുവശത്താണ് ഞങ്ങൾ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയത്. അപ്പോൾ പരീക്ഷണം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോളർ കൊണ്ട് അടിച്ചപ്പോൾ കൊമള വന്നല്ലോ. അപ്പോൾ ബ്രഷ് കൊണ്ട് അടിക്കാനാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് തോന്നി, കുറേ നിലത്ത് പോയിട്ട്. അപ്പോഴാണ് അനിയൻ പറഞ്ഞത് ആദ്യം കംപ്ലീറ്റ് ഞാൻ റോളർ കൊണ്ട് അടിച്ചിട്ട് അവൻ അതിൻ്റെ മേലെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചോളാന്ന്. അപ്പോൾ അതൊരു ഈസി പണിയായിട്ട് തോന്നി. കാരണം റോളർ വെച്ച് അടിക്കുമ്പോൾ ശരിക്കും പെട്ടെന്ന് കഴിയുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, വേഗം ആ ഒരു ഭാഗം തീരുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. കാരണം അത് പൂർണ്ണമായിട്ട് ഉണങ്ങണേക്കാട്ടി മുന്നേ തന്നെ ബ്രഷ് വെച്ചിട്ട് വേഗം ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിക്കുമ്പോൾ ഒരു പാടൊക്കെ വരില്ലേ. അപ്പോൾ ഈ റോളർ വെച്ചിട്ടാണ് മിക്കവരും ചെയ്യണതായിട്ട് ഞങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു ഡൗട്ടുള്ളത്, ഞാൻ കുറച്ചധികം പെയിൻറ് എടുത്തിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തത്. കണ്ട കുറച്ച് അങ്ങനെ അധികം എടുത്തപ്പോൾ അങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് പഠിച്ചത് കുറച്ച് എടുത്തിട്ട് മേലോട്ട് ആദ്യം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പെയിൻറ് താഴോട്ട് പോകൂലെന്ന്. അപ്പോൾ ഇനി അങ്ങനെ ആയതുകൊണ്ടാണോ ഇങ്ങനെ കൊമള വന്നതെന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു മെത്തേഡ് കുഴപ്പമില്ലാണ്ട് പോയിട്ടാ. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ഗ്ലോസി ആയിട്ട് തന്നെ വന്ന് ആ ഒരു അത്രയും ഭാഗം അടിച്ച് താഴോട്ട് വന്നപ്പോഴത്തേക്കും തന്നെ ആ ഒരു ഭാഗം ഗ്ലോസി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാ. ഇനി അഥവാ ബ്രഷ് മാത്രം ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് കുറച്ചടിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ അടിച്ചൊരു എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ ഞങ്ങൾ റോളർ എന്തായാലും ഞങ്ങൾക്ക് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അത് വെച്ച് എന്തായാലും ചെയ്തുകൊണ്ട് എളുപ്പമായി. അത് മാത്രമല്ല, അത് വെച്ച് ചെയ്തിട്ട് പിന്നെ ബ്രഷ് വെച്ച് ചെയ്തപ്പോൾ എളുപ്പമായി. അപ്പോൾ വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ലിറ്റർ പെയിൻറ്റ് വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് പെയിൻറ്റ് വേസ്റ്റ് ആയില്ല. ഞങ്ങൾക്ക് 1/2 ലിറ്ററിനെ വാങ്ങിച്ചിട്ട് കുറച്ച് ആ ഒരു പെയിൻറ്റും കുപ്പിയുടെ ഒരു ഭാഗത്തിൽ താഴെയായിട്ട് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്ററൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേസ്റ്റ് ആയി പോകില്ലായിരുന്നു. അപ്പോൾ അത് 156 രൂപയും കണ്ടായിരുന്നു 1/2 ലിറ്ററിന്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് പൈസ ആയിട്ടുള്ളൂ ഈ അലമാര ഈ ഒരു കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെയിൻറ് എടുക്കുമ്പോഴായാലും നമ്മൾ അടിക്കുന്ന സമയത്ത് എടുക്കൂലേ, അപ്പോഴായാലും ഒരുപാട് പെയിൻറ് മുക്കി എടുക്കരുത് കേട്ടോ. കുറച്ച് പെയിൻറ് എടുത്തിട്ട് അത് നന്നായിട്ട് തേക്കാം. ഞാനിപ്പോൾ കുറച്ചധികം പെയിൻറ് എടുത്തത് കൊണ്ട് ഫ്രണ്ട് വശത്ത് കുറച്ച് കട്ടിപ്പ് തോന്നുന്നുണ്ട്. അത്രയും കട്ടിപ്പ് നമുക്ക് തോന്നണ്ട ശരിക്കും. പിന്നെ ഞങ്ങൾ ഒരു കോട്ട് അത് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടിയെന്ന് തന്നെ പറയാം. പണ്ടത്തെ ഒരു ക്വാളിറ്റിയിൽ നിന്ന് എന്തായാലും നല്ല മോചനമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിറർ പൊട്ടിച്ചതൊക്കെ ഞങ്ങൾക്ക് മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കണം. ഇനി ഒരു അലമാര അനിയൻ്റെ ഒരു വൈറ്റ് കളർ ടേബിളിന് അടുത്താണ്ട് ഇട്ടത്. അപ്പോൾ അത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു. വൈറ്റും ബ്ലാക്കും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു.